ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുക സർക്കാർ തട്ടിയെടുത്തത് ചോദ്യം ചെയ്ത വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ആവശ്യം. നഷ്ടപരിഹാര തുകയായ കോടികൾ സർക്കാർ കൈക്കലാക്കിയതും വിചിത്ര അവകാശവാദവും പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. ജനം എക്സ്ക്ലൂസീവാണ്. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ സർക്കാരിന്റെ വിചിത്രവാദമാണ് ഇപ്പോൾ ജനം ടിവി പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, നമ്മൾ നേരത്തെ നൽകിയ വാർത്തയുമായി ബന്ധമുള്ളൊരു വിഷയം തന്നെയാണ് ഇതും എടുത്തു പറയേണ്ടത്. കാരണം 2023 ഇത്തരമൊരു മിനിറ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പക്ഷേ സർക്കാർ 2023 പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവുണ്ട്. അതായത് ദേവസ്വം ബോർഡുകളുടെ ഭൂമികളെല്ലാം സർക്കാരിൻ്റെതാണ്. മഹാരാജാവിൻ്റെ കാലത്തോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ കാലത്തോ സൗജന്യമായി ദേവസ്വം ബോർഡുകൾക്ക് നൽകിയതാണ് ഈ ഭൂമി എന്നുള്ളൊരു കള്ളത്തരം, തെറ്റായ അവകാശവാദം ഒരു സർക്കാർ ഉത്തരവിൽ അച്ചടിച്ചങ്ങ് ഇറക്കിയിരിക്കുകയാണ്. അതായത് ഇനി ദേവസ്വം ബോർഡുകളുടെ ഭൂമി ഒക്കെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹൈവേ അടക്കമുള്ള കാര്യങ്ങളുടെ നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടപരിഹാര തുക വാങ്ങേണ്ടതുമെല്ലാം സർക്കാരാണ് എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2023 പുറത്തിറക്കിയ ഒരു ഉത്തരവാണത്. ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് ദേവസ്വം ബോർഡുകളുടെ സകല സ്വത്തുക്കളുടെ അവകാശി ഹിന്ദുക്കളല്ല, പകരം സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതൊരു വിഷയം. അതോടൊപ്പമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹൈവേ വികസനത്തിനായി വിട്ടു നൽകിയ തുക 2023 തന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രം ഏതാണ്ട് 27 കോടിയോളം രൂപ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രഭൂമികൾ, ആ ക്ഷേത്രഭൂമികൾ എന്ന് പറയുമ്പോൾ അതിൽ ചില ഉപദേവതകളുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ചുറ്റുമതിലുകൾ നഷ്ടമായിരിക്കുന്നു, ക്ഷേത്രങ്ങളുടെ കുളങ്ങൾ നഷ്ടമായിരിക്കുന്നു, ക്ഷേത്രങ്ങളുടെ ചുറ്റമ്പലങ്ങൾ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ നിരവധി, അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കെട്ടിടങ്ങൾ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള സ്ഥലം ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയതിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിൽ മാത്രം 27 കോടി രൂപയാണ് സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നത്. ദേവന്റെ സ്വത്ത് വിട്ടു നൽകിയതുമായി ബന്ധപ്പെട്ട തുക പിരിച്ചെടുത്തത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ നിന്ന് ലഭിക്കേണ്ട തുക സംസ്ഥാന സർക്കാർ തട്ടിയെടുത്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ പുറത്തുവിട്ട വാർത്ത. ആ വാർത്തയും ദേവസ്വം ബോർഡുകളുടെ ഭൂമികളെല്ലാം സർക്കാരിൻ്റെതാണ് എന്നുള്ള സർക്കാരിൻ്റെ അവകാശവാദമുള്ള ഉത്തരവും ചോദ്യം ചെയ്താണ് ഇപ്പോൾ വിശ്വ ഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ വിളയിലാണ് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വഴി ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. കോടതി വരും ദിവസങ്ങളിൽ ഹർജി പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജനം ടി വി പുറത്തു കൊണ്ടുവന്ന വാർത്തകളാണ് ഇത് രണ്ടും. അത് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഹർജിയിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ദേവസ്വം ബോർഡുകളുടെ ഭൂമിയുടെ തുക ദേവന്റെ, അതായത് മൈനർ ആയിട്ടുള്ള ദേവന്റെ സ്വത്താണ്. ആ സ്വത്ത് പിടിച്ചു വാങ്ങുവാൻ സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരവുമില്ല. ദേവന്റെ സ്വത്തിന്റെ ട്രസ്റ്റി ആയിട്ടുള്ള ദേവസ്വം ബോർഡിലേക്കാണ് ആ തുക ചെല്ലേണ്ടത്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി സംസ്ഥാന സർക്കാർ കൈക്കലാക്കിയ തുകയും 2023 ഈ തുക സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ആ തുകയും അതിന് പലിശയായി ലഭിച്ച പലിശയും കൂടെ കൂട്ടി സർക്കാരിൽ നിന്ന് ഈടാക്കിയത് ദേവസ്വം ബോർഡിന് നൽകണം എന്നുള്ളതാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന് ദേവന്റെ സ്വത്തുക്കളിൽ അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല എന്നുള്ളതും ദേവന്റെ സ്വത്തുക്കൾ പൂർണ്ണമായും ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ് എന്നൊരു പ്രഖ്യാപനം കൂടി കോടതി നടത്തണമെന്നുള്ള ആവശ്യം കൂടി ഇതിൽ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മേലിൽ ഏതെങ്കിലും രീതിയിൽ ദേവസ്വം ഭൂമികൾ ഇത്തരത്തിൽ ഹൈവേ വികസനത്തിനായോ റോഡ് വികസനത്തിനായോ ഒക്കെ വിട്ടു നൽകേണ്ടി വന്നാൽ അതിനുള്ള നഷ്ടപരിഹാര തുകകൾ, അതിനുള്ള മറ്റേത് രീതിയിലുള്ള കോമ്പൻസേഷൻ ആണെങ്കിലും ശരി, നേരിട്ട് ദേവസ്വം ബോർഡിലേക്ക് എത്താനുള്ള നിർദ്ദേശം നൽകണമെന്നും കോടതിയിൽ നൽകിയിട്ടുള്ള ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്, ദേവന്റെ സ്വത്തുക്കൾ കേരളത്തിൽ വ്യാപകമായി നഷ്ടപ്പെട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചു. വലിയ രീതിയിലുള്ള ഭൂമിക്കൊള്ള നടന്നിട്ടുണ്ട്. ഈ ഭൂമിക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ ഈ പറയുന്ന സെറ്റിൽമെന്റ് രജിസ്റ്ററുകളിൽ ഉണ്ടായിരുന്ന ദേവസ്വം ഭൂമികളെ പലതും പിന്നീട് സർക്കാർ പുറമ്പോക്കാക്കി, രേഖകൾ തിരുത്തി സർക്കാർ പുറമ്പോക്കാക്കി മാറ്റിയാണ് അത്തരത്തിലുള്ള വ്യാപകമായ ഭൂമിക്കൊള്ള നടന്നിരിക്കുന്നത്. ഈ ഭൂമിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നതിനുള്ള ഒരു വഴിയായിരിക്കും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സർക്കാർ ഭൂമികളിൽ എങ്ങനെയാണ്, ദേവസ്വം ഭൂമികൾ സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞ് എങ്ങനെ ഈ ഉത്തരവ് പുറത്തിറക്കുമെന്നുള്ള ചോദ്യം വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിൽ ചോദിക്കുന്നുണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട്. ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്രഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. പ്രജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, നമുക്കറിയാം ആദ്യം മുതൽ തന്നെ ഈ ക്ഷേത്ര കൊള്ളക്കെതിരെ അടിയുറച്ച നിലപാട് സ്വീകരിച്ചതാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത്. ഇപ്പോൾ അവരൊരു ഹർജിയുമായി മുന്നോട്ട് വരുന്നു. ഇത് ആലപ്പുഴയിലെ മാത്രം കാര്യമാണ്. അപ്പോൾ തീർച്ചയായും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ക്ഷേത്രങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു സർക്കാർ കൊള്ള നടക്കാനുള്ള സാധ്യത അതില്ലേ?
സർക്കാർ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ക്ഷേത്രങ്ങളുടെ ഭൂമി വ്യാപകമായി കൊള്ളയടിച്ചു എന്നുള്ളത് തർക്കരഹിതമായി ഒരു ഭയാശങ്കയുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും. അതിനുള്ള തെളിവുകൾ നമ്മൾ ഓരോ ദിവസവും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ കൊല്ലം മായക്ഷിക്ക പോലെയുള്ള സ്ഥലങ്ങൾ, അതോടൊപ്പം തന്നെ ഈ അനിൽ വിളയിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ക്ഷേത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ വരികയാണെങ്കിൽ കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉപദേവതാ ക്ഷേത്രമായിരുന്ന ധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രം, അത് പുറമ്പോക്കാണെന്ന് പറഞ്ഞിട്ടാണ് സർക്കാർ ഇടിച്ചു നിരത്തുന്നതും ഈ ഹൈവേ വികസനത്തിന്റെ ഭാഗമായി ഇടിച്ചു നിരത്തുന്നത്. അതായത് മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം പുറമ്പോക്ക് ഭൂമിയിലാണെന്നും പറഞ്ഞ് ഇടിച്ചു നിരത്തുന്ന ഒരു അവസ്ഥയൊന്ന് അശ്വതി ആലോചിച്ചു നോക്കൂ. അങ്ങനെ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് നഷ്ടമായ ഭൂമിയുടെ കണക്കുകൾ നമ്മൾ ഈ വരും ദിവസങ്ങളിൽ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയുള്ള കണക്കുകൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിടുന്നതായിരിക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ എത്ര ഭൂമി നഷ്ടമായിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി നമുക്ക് വന്നിട്ടുണ്ട്. അവിടെയാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പോലും, ക്ഷേത്രഭൂമികൾ പോലും സർക്കാർ പുറമ്പോക്കിലാണെന്ന് വരുത്തി തീർത്ത് അത് ഇടിച്ചു നിരത്തുകയും, എന്നാൽ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ ഇടിച്ചു നിരത്തിയിട്ടുള്ള ഈ ഭൂമികളിൽ ഒന്നുപോലും അതിൻ്റെ നഷ്ടപരിഹാര തുക ദേവസ്വം ബോർഡിന് ലഭിക്കാതിരിക്കാനും സംസ്ഥാന സർക്കാർ ആസൂത്രിതമായ ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചന എന്നതിന് തെളിവാണ് ജനൻ ടി വി മാസങ്ങൾക്ക് മുൻപ് തന്നെ പുറത്തുവിട്ട 2023 സംസ്ഥാനത്തെ ദേവസ്വം ഭൂമികളെല്ലാം സർക്കാർ ഭൂമികളാണെന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള ഉത്തരവ്. ഇതിനുള്ള ശ്രമം കഴിഞ്ഞ കുറച്ച് കാലമായി സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. ഒരു വശത്ത് ദേവസ്വം ബോർഡുകളുടെ നിയന്ത്രണം രേഖകളിലെങ്കിലും തങ്ങൾക്കാണെന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം സർക്കാർ നടത്തുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം ഭൂമികളിൽ കൊന്നും ഈ പറയുന്ന രീതിയിൽ ദേവനല്ല അധികാരം, ആ ഭൂമികളുടെ ഉടമസ്ഥാവകാശം അല്ലെങ്കിൽ ആ ഭൂമികളുടെ യഥാർത്ഥ രൂപം എന്നുള്ളത് സർക്കാരിൻ്റെതാണ്, സർക്കാർ സൗജന്യമായി കൊടുത്തതാണ് എന്നുള്ളൊരു കള്ളത്തരം പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് ആ ഭൂമികൾ സ്വന്തമാക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ദേവസ്വം ഭൂമികൾ മഹാരാജാവിന്റെ കാലത്ത് ബോർഡിലേക്ക് ഏറ്റെടുക്കുന്നതിന് മുൻപും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ജനം ടി വി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഈ ക്ഷേത്ര ഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയിൽ കൈയിട്ട് വാരിയിരിക്കുകയാണ് സർക്കാർ. ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. അതായത് ഹൈവേ വികസനത്തിന് വിട്ടു നൽകിയ ക്ഷേത്ര ഭൂമികൾക്കുള്ള നഷ്ടപരിഹാര തുകയും പലിശയും സർക്കാരിൽ നിന്ന് ഈടാക്കണമെന്നാണ് ആവശ്യം.